നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശീമക്കൊന്നയെക്കുറിച്ചാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന പല മരങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ശീമക്കൊന്ന എന്നത് നമ്മുടെ നാടിൻ്റെ ചെടിയല്ല. ഇത് കടൽ കടന്ന് അമേരിക്കയിൽ നിന്നും എത്തിയതാണ്. പച്ചില വളത്തിനായി കൃഷിയിടങ്ങളിലും പറമ്പിൻ്റെ അതിരുകളിൽ വേലികളായി കൊമ്പുകുത്തി നട്ടു വളർത്തുന്നു. ശീമക്കൊന്നയുടെ ഇല നല്ലൊരു പച്ചില വളമാണ്. നൈട്രജൻ സാന്നിധ്യമുള്ളതുകൊണ്ട് ശീമക്കൊന്നയുടെ ഇലയും ചാണകവും ചേർത്ത് നെൽവയലുകളിലും തെങ്ങിൻ തോട്ടങ്ങളിലും വളമായി ഉപയോഗിക്കുന്നു. കൂടാതെ തടങ്ങളിൽ പുതയിടാനും കാലിത്തീറ്റയായും ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ പൂക്കൾ ഇലയില്ലാത്ത സമയത്താണ് വിരിയുന്നത്. ഒരു ലാവൻഡർ കളർ പൂവാണ്. ബീൻസിനോട് സാദൃശ്യമുള്ള അല്പം കൂടി പരന്ന കായകൾ ധാരാളം ഉണ്ടാകുമെങ്കിലും ഭക്ഷ്യയോഗ്യമല്ല. മണ്ണിലെ പോഷകക്കുറവുകൾ നികത്തി മറ്റു വിളകൾക്ക് വളരാൻ സഹായിക്കുന്നു. ഈ ചെടി ഔഷധമായിട്ടും ഉപയോഗിക്കാറുണ്ട്. വാതം, ചൊറിച്ചൽ എന്നിവയ്ക്ക് പുറമെ പനി നിയന്ത്രിക്കാൻ ഇതിൻ്റെ തൊലി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ശീമക്കൊന്നയെ മണ്ണ് പോഷക മരമായി അംഗീകരിച്ചിട്ടുണ്ട്. നന്ദി.